വീണ്ടും ലിബാൻ സാറാണ്. +2 അക്കൗണ്ടൻസിയിലെ ഫൈനൽ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന 6 മാർക്സിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷൻ എന്നുള്ളത്. എന്തായാലും എസ് എ ക്വസ്റ്റനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അഡ്മിഷൻ ആവട്ടെ റിട്ടയർമെന്റ് ആവട്ടെ 2 ചാപ്റ്ററിലാണെങ്കിലും റീവാലുവേഷൻ അക്കൗണ്ട് ആണെന്നുണ്ടാവുക നിങ്ങളുടെ എസ് എ ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. ചിലപ്പം ലോൺ അക്കൗണ്ട് ചോദിക്കാം, അങ്ങനെ പലതുണ്ടാകും. ഏതൊക്കെ ചോദിച്ചാലും റീവാലുവേഷൻ അക്കൗണ്ട് ഇല്ലാതെ അതിന്റെ തട്ട് താന്നിരിക്കും. ആ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റൻ ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റൻ പേപ്പറും ഇൻ ദ ഹിസ്റ്ററി ഓഫ് +2 അക്കൗണ്ടൻസി വന്നിട്ടില്ല. ഫൈനൽ എക്സാമിന് ഉറപ്പായിട്ടും വരും. സോ ഈസി ആയിട്ട് ചെയ്യല്ലേ. റിയലൈസേഷൻ അക്കൗണ്ടിൽ പോലെ അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക, ആ പരിപാടി ഇവിടെ നടക്കൂല. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് ചെറിയ ഒരു ഐഡിയ വേണം. ആ ഒരു ഐഡിയ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞുതരാം. ആ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായാൽ അതെന്തായാലും മനസ്സിലാകും, അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബിലോ ആവറേജ് സാറേ ഞാൻ ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ല, എന്തെങ്കിലും ഒരു 2-3 മാർക്ക് ഈ റീവാലുവേഷൻ അക്കൗണ്ട് ഈ ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിലൊരു 3-4 മാർക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ തരാം കേട്ടോ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. 2 സൈഡ് ഉണ്ടാവും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അല്ലേ. റീവാലുവേഷൻ അക്കൗണ്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് അതൊന്നും ഇവിടെ എഴുതുന്നില്ല കേട്ടോ. സോ നോക്ക്, ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ വരാനറിയാം. മനു മനോജ് 2 പേര് പാർട്ട്നേഴ്സ്. ആരൊക്കെയാണ്? മനു മനോജ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. ഇനി എന്താ, പുതിയ ഒരു പാർട്ണർ മുനാജ് എന്ന് പറഞ്ഞ പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തു ഫോർ 1/4 ഷെയർ, 1/4 ഷെയർ. അപ്പൊ 2:1:1 ആണ് ന്യൂ റേഷ്യോ വരിക. കണ്ടോ, 2:1:1. അത് ക്വസ്റ്റ്യൻ നോക്കണ്ട, ഓൾറെഡി നമുക്കറിയാം. കാരണം എനിക്ക് ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഓൾറെഡി പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് കാര്യം. പുതിയ പാർട്ണർ അഡ്മിഷൻ ആണ്. സോ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇയാൾ 80,000 രൂപ കൊണ്ടുവരും. എന്താ മക്കളെ? 80,000 രൂപ കൊണ്ടുവരും. ക്യാപിറ്റൽ 80,000-ഉം ഗുഡ്വിൽ ആയിട്ട് 30,000 കൊണ്ടുവരും. അപ്പൊ ക്യാപിറ്റൽ 80,000, ഗുഡ്വിൽ 30,000 കൊണ്ടുവരും. അപ്പം അഡ്ജസ്റ്റ്മെന്റ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇനി ഇത് അഡ്മിഷൻ ആവട്ടെ റിട്ടയർമെന്റ് ആവട്ടെ, ഈ ബാലൻസ് ഷീറ്റ് രണ്ടും ഏകദേശം ഒരേപോലെ ഉണ്ടാവാം. അതിൽ യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ ഈ ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ഐറ്റംസും ഏകദേശം ഒരേപോലെ ഉണ്ടാവുക, ഒരു മാറ്റം ഉണ്ടാവുക. അഡ്മിഷൻ ആയാലും റിട്ടയർമെന്റ് ആയാലും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ റീബാലൻസ്ഡ് ഒക്കെ കൊണ്ടുവരുന്നത്. സോ നോക്കാം എന്താ. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ്. നമ്മുടെ ഡെപ്റ്റേഴ്സ് എത്രയായിരുന്നു? 78,000. നമ്മുടെ ഡെപ്റ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 78,000 ആണ്. അപ്പൊ ഈ 78,000-ന്റെ 5% എന്തുണ്ടാവും? പ്രൊവിഷൻ കൊടുക്കണം. അപ്പം 78,000 × 5/100 എത്ര വരുന്നത്? 3,500 3,900 രൂപ പ്രൊവിഷൻ കൊടുക്കണം. അപ്പൊ ഡെപ്റ്റേഴ്സിന് ഇത്ര എമൗണ്ട് കുറയ്ക്കണം. സ്റ്റോക്ക് വാല്യൂഡ് 57,000. നോക്കടാ, സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാ? സ്റ്റോക്കിന്റെ വാല്യൂ 60,000. അത് 57,000 ആക്കി മാറ്റണം. അഥവാ സ്റ്റോക്കിൽ നിന്ന് 3,000 രൂപ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അസറ്റ് കുറഞ്ഞു, ഡെപ്റ്ററായ അസറ്റ് കുറഞ്ഞു, സ്റ്റോക്ക് എന്ന് പറഞ്ഞ അസറ്റ് 2 അസറ്റ് കുറഞ്ഞു. നോക്ക്, അടുത്തായിട്ട് എന്താ? ഫിക്സഡ് അസറ്റ് റീവാല്യൂ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,20,000. ശരിക്കും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര? 1,00,000. അത് 1,20,000 അഥവാ 20,000 രൂപ എന്ത് ചെയ്തു? കൂടി. റീവാലുവേഷൻ ചെയ്തപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. There was a unrecorded liability of 1,100 which was taken over by Manu. അതായത് ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ട്. അതെന്ത് ചെയ്തു? ഇറ്റ് വാസ് ടേക്കൺ ഓവർ, ഇറ്റ് വാസ് പെയ്ഡ് ബൈ മനു. അഥവാ ഒരു അൺറെക്കോർഡഡ്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ക്രെഡിറ്റർ അഥവാ ഒരു ലയബിലിറ്റി, ഒരു പൈസ കൊടുക്കാണ്ട് എത്രയും 1,200 രൂപ. അതെന്ത് ചെയ്തു? അത് മനു റീപേ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് നോക്കണം, ഈ ക്വസ്റ്റ്യൻ നോക്ക്. നമ്മുടെ അസറ്റ് കുറയാന്ന് പറയുന്നത് നഷ്ടമല്ലേ? അല്ലേ? നമ്മുടെ അസറ്റ്, നമ്മളെ കയ്യിൽ 5,000 രൂപയുടെ ഒരു ഫോൺ ഉണ്ട്. ഈ 5,000 രൂപയുടെ ഫോൺ ഇപ്പൊ അതിൽ 3,500 എന്ന് പറഞ്ഞാൽ എന്തായി? പൈസ കുറഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ? നഷ്ടമാണ്. അപ്പൊ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ അത് നഷ്ടമാണ്. ലയബിലിറ്റിയുടെ വാല്യൂ, നമുക്ക് ഇല്ലാത്ത പുതിയൊരു ലയബിലിറ്റി വന്നില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് 5,000 കൊടുക്കാണ്ട്, അയാൾ പറഞ്ഞു 5,500 ശരിക്കും തരാനുള്ളത്, അപ്പോഴും നഷ്ടമല്ലേ? അപ്പൊ ലയബിലിറ്റി കൂടിയാൽ അത് അൺറെക്കോർഡഡ് ആയാലും എന്താണ്? അതെന്തായിരിക്കും? ഇത് ലോസ് ആണ്. എന്താ മക്കളെ? ലോസ് ആണ്. ഒരു അസറ്റ് കൂടിയാലോ? ഈ ഫോണിന് ഡിമാൻഡ് കൂടി. ലിബാൻ സാർ ഉപയോഗിച്ച ഫോണാണ് ഇത്. ഞാൻ വാങ്ങിയത് 20,000. പക്ഷെ ലിബാൻ സാർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് 35,000 വേണം. അതെന്താ? വില കൂടുമ്പോൾ ലാഭമല്ലേ? സോ അസറ്റ് കൂടുകയോ ലയബിലിറ്റി കുറയുകയോ, ഒരാൾക്ക് 5,000 കൊടുക്കാണ്ട് അയാൾ പറഞ്ഞു നീ 3,000 തന്നാൽ മതി, ലാഭമല്ലേ? അതെ. ഇനി അൺറെക്കോർഡഡ് അസറ്റ്, അതും അസറ്റ് കൂടുന്നതല്ലേ? സോ ഈ കേസൊക്കെ അതെന്താ? അത് പ്രോഫിറ്റാണ്. അപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യണം അറിയോ? അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. എവിടെ? റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി പറഞ്ഞോ, ഡെപ്റ്റേഴ്സ് 3,900 പ്രൊവിഷൻ കൊടുക്കണം. അപ്പൊ ലോസ് അല്ലേ? ഡെപ്റ്റേഴ്സ് കുറയല്ലേ? സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 3,900 ഡെബിറ്റ് സൈഡിൽ എഴുതി. നഷ്ടമാണ്, ഡെബിറ്റ് സൈഡിൽ എഴുതണം. സ്റ്റോക്ക് 3,000 കുറഞ്ഞു, എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. 3,000 എന്താണ്? സ്റ്റോക്ക്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര? 20,000 കൂടി. സോ അതെന്താ? അസറ്റ് കൂടുമ്പോൾ ലാഭമല്ലേ? സോ ക്രെഡിറ്റ് സൈഡിൽ എഴുതി.
അല്ലേ? ലാസ്റ്റ് ഐറ്റം എന്താണ്? അൺറെക്കോർഡഡ് ലയബിലിറ്റി, പുതിയ ലയബിലിറ്റി 1100 രൂപ. സോ 1100 അൺറെക്കോർഡഡ് ലയബിലിറ്റി. ക്ലിയർ അല്ലേ? റീവാലുവേഷൻ കഴിയും. ഇത്രയേ ഉള്ളൂ. പ്രോഫിറ്റും ലോസും മാത്രം എഴുതിയാൽ മതി. ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ 6 മാർക്കിൻ്റെ പകുതി മാർക്ക് കിട്ടും. സിമ്പിളാണ്. സോ ഇനി ടോട്ടൽ ചെയ്യാൻ പോവാം. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? ഇവിടെ 20,000 കിട്ടും. എത്ര? 20,000. ഇവിടെ എത്ര വരുന്നത്? 3000, 6000, 7000 അല്ലേ? എത്ര? 7000. കറക്റ്റ് അല്ലേ? 6, 7, 8000. സോ ഇവിടെ 8000. അപ്പം ബാക്കി 12,000 ഉണ്ടാവും. ടോട്ടൽ എത്രയാണ്? 20,000. കറക്റ്റ് അല്ലേ? 12,000, 15,000, 18,000, 18,900, 19,000, 20,000. ഓക്കെ. അപ്പം ഈ 12,000 റീവാലുവേഷൻ പ്രോഫിറ്റ്. അഥവാ നമുക്ക് 20,000 പ്രോഫിറ്റ് കിട്ടി, 8,000 ലോസ് കിട്ടി. ഡിഫറൻസ് എത്രയാണ്? 12,000. അഥവാ കൂടുതൽ അസറ്റിന്റെ വാല്യൂ 12,000 കൂടുതൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 12,000 നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1, അഥവാ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മനു മുനാജ് അല്ലേ? സോ മനു മുനാജ് ഇവരെന്ത് ചെയ്യണം? ഇത് ഷെയർ ചെയ്തെടുക്കണം. എങ്ങനെയാ? 12,000 ഇൻറ്റു 2/3 1/3. അതെന്താ? 2:1 അല്ലേ? 3 ഷെയർ. ആ 3 ഷെയറിലെ 2 മുനാജിനും മനുവിനും 1 ഷെയർ മുനാജിനും. അപ്പോൾ 12,000 ഇൻറ്റു 2/3 എത്ര? 8,000. 12,000 1/3 എത്ര? 4,000. സോ 8,000 മനുവിനും 4,000 മുനാജിനും, ടോട്ടൽ 12,000. റീവാലുവേഷനെ കൊണ്ട് കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ 3 മാർക്ക് അല്ലേ? 4 മാർക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഇല്ല. ഇനി അടുത്ത എന്താ? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് കുറച്ച് വീതിയിൽ എഴുതിക്കോ. കാരണം എന്താണ്? ഇവിടെ കുറച്ച് അധികം ഐറ്റംസ് ഉണ്ടാവും. വേണ്ടല്ലേ? ഇവിടെ എഴുതണ്ട, താഴെ തന്നെ എഴുതാം. ക്യാപിറ്റൽ അക്കൗണ്ട്. മൂന്ന് പാർട്ട്നേഴ്സ് അല്ലേ? 3 ആൾക്ക് 3 കള്ളി വേണം. 1, 2, 3. ആരൊക്കെയാണ്? മനു മുനാജ് അല്ലേ? മനോജ് മുനാജ്. മനോജ് എന്തൊക്കെ പേരാ? മനോജ് മുനാജ്, മനോജ് മുനാജ്, ഒലക്കമല പേരായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ബൈ ബാലൻസ്. ഇവരെ ബാലൻസ് എത്രയാണ്? അത് ഇവിടെ കാണാം. ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും അല്ലേ? ഇവിടെ ബാലൻസ് ഷീറ്റ് നോക്കണം. ബാലൻസ് എന്താ ഉള്ളത്? ജനറൽ മനുവിന് 1,40,000, മനോജിന് 80,000. സോ 1,40,000 80,000, 1,40,000. ഇവിടെ 80,000. അപ്പൊ മുനാജിന് പൈസ ഉണ്ടോ? ഇല്ല. മുനാജ് ഇവിടെ പാർട്ട്ണർ അല്ലല്ലോ, പുതുതായിട്ട് വന്നതല്ലേ. പക്ഷെ മുനാജ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു? എത്ര എമൗണ്ട് കൊണ്ടുവന്നു? 80,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു. സോ എന്ത് ചെയ്യണം? 80,000 മുനാജിന്റെ ക്യാപിറ്റൽ വന്നു. എങ്ങനെയാ? ബൈ ക്യാഷ്. മുനാജ് എന്ത് ചെയ്തു? ക്യാഷ് കൊണ്ടുവന്നാ ചെയ്തത്. ക്ലിയർ അല്ലേ? മുനാജ് 80,000 ക്യാഷ് കൊണ്ടുവന്നു. ഇനി എന്താ? മുനാജ് ഗുഡ്വിൽ കൊണ്ടുവന്നു 30,000. ഈ ഗുഡ്വിൽ ആർക്കാ? ബാക്കി ഓൾഡ് പാർട്ട്നേഴ്സിന്. അവർക്ക് 2:1 30,000 2:1 എന്ന് പറയുമ്പോൾ 20,000 10,000. സോ ആ 20,000 10,000 ആർക്കാ കിട്ടുക? നമ്മുടെ മനുവിനും മനോജിനാ കിട്ടുക. സോ 20,000 മനുവിനും 10,000 മുനാജിനും ബൈ ഗുഡ്വിൽ. GW എന്നാണ് എഴുതുന്നത്. കഴിഞ്ഞോ നോക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ജനറൽ റിസർവ് 30,000 ഉണ്ട്. അപ്പൊ 2:1 എന്ന് പറയുമ്പോൾ എത്ര? 20,000 10,000. സോ 20,000 10,000 20,000 10,000. കാരണം ഈ ജനറൽ റിസർവും ഗുഡ്വിലും ഒന്നും ആർക്കും ഉണ്ടാവില്ല? നമ്മുടെ ന്യൂ പാർട്ട്ണർക്ക് ഉണ്ടാവില്ല, ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അഥവാ ഗുഡ്വിൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിനും ജനറൽ റിസർവ് എന്താ? ഓൾഡ് പാർട്ട്നേഴ്സിനുമാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് കഴിഞ്ഞു. ക്യാപിറ്റൽ കഴിഞ്ഞു. പിന്നെ ഒരു ഐറ്റുള്ള എന്താണ്? റീവാലുവേഷനിൽ പ്രോഫിറ്റ് 8,000 4,000. സോ 8,000 4,000 ബൈ റീവാലുവേഷൻ കഴിഞ്ഞു. ഇതോടുകൂടി എന്ത് ചെയ്തു? നമ്മുടെ ഫുൾ ഐറ്റംസ് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? റീവാലുവേഷൻ കംപ്ലീറ്റ് ആയി. റീവാലുവേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ ഒരു ഐറ്റം ഇല്ല. ഈ ഇവിടെ ഒരു ഐറ്റം റെക്കോർഡ് ചെയ്യാനില്ല. അഥവാ അക്യുമുലേറ്റഡ് ലോസ് ഇല്ല, റീവാലുവേഷൻ ലോസ് ഇല്ല. എന്തെങ്കിലും പാർട്ട്നേഴ്സ് എന്താ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ വിട്ടുപോയ ഒരു ഐറ്റം ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ അൺറെക്കോർഡഡ് ലയബിലിറ്റി. അഥവാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ജനറലി വരാറില്ല, പക്ഷേ എക്സാം ടഫ് ആവുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരും. അഥവാ ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി നമ്മുടെ ആരെടുത്തു? നമ്മുടെ മനു കൊടുത്തു. അപ്പം മനുവിന് ഈ ഒരു പൈസ കൊടുക്കണം. അഥവാ 1,100 രൂപ ആർക്കാ? മനുവിന് കേട്ടോ. ഇവിടെ മനു 1,100 രൂപ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ടോട്ടൽ ചെയ്യാൻ പോവാണ്. ഇവിടെ 80,000 1 2 3 4. ഇവിടെ 80 90 1 ലക്ഷം 1,04,000 രൂപ. ഇവിടെ 1,40 1
60, 140, 160, 180, 188, 189, 1,00,000 എന്താണ് 1,89,100 കറക്റ്റ് അല്ലേ? 180, 188, 189, 100. അപ്പൊ ഇപ്പുറം സൈഡിലും സെയിം എമൗണ്ട് 189,100, 1,04,000, 80,000. സോ ഇതാണ് ഇവിടെ കറക്റ്റ് ബാലൻസ് വരിക. 189,100, 14,000, 80,000. സോ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടും കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ നമ്മുടെ ബാലൻസ് ഷീറ്റും കൂടിയും കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ഈ പറയുന്ന പരിപാടി കംപ്ലീറ്റ് ആയി. ബാലൻസ് ഷീറ്റ് മിക്കവാറും എക്സാമിന് ചോദിക്കൂല, എന്നാലും ഞാൻ എഴുതുന്നുണ്ട്. അഥവാ നിങ്ങൾ എക്സാമിന് ചോദിച്ചാലോ അല്ലേ? അഥവാ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ലിബാൻ സാറ് പഠിപ്പിച്ചില്ല എന്ന് പറയുന്നല്ലോ. സോ ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് അതുപോലെ തന്നെ ലയബിലിറ്റി. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓരോരോ ഐറ്റംസ് നോക്കാം. എന്തൊക്കെയാണ്? ക്യാഷ് 40,000 ക്യാഷ് ഉണ്ടായിരുന്നത് അല്ലേ? പുതിയ പാർട്ണർ 80,000 കൊണ്ടുവന്നു. ക്യാപിറ്റൽ 30,000. സോ 40,000 പ്ലസ് 30,000 പ്ലസ് 80,000 പ്ലസ് ഈ 40,000 ടോട്ടൽ എത്ര? 40, 30, 80, 1,50,000. അപ്പൊ ക്യാഷ് എത്രയാണ്? ക്യാഷ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എത്രയാ? ക്യാഷ് 1,80,000. ശരിക്കും കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് എത്രയുള്ളത്? വെറും 40,000. പക്ഷെ അത് എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. സ്റ്റോക്ക് 60,000 ആണോ? അല്ല, സ്റ്റോക്ക് 57,000 അത് നമ്മൾ കുറച്ചില്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് 57,000. സ്റ്റോക്ക് 57,000. അടുത്ത ഐറ്റം എന്താ? സ്റ്റോക്ക് കഴിഞ്ഞുള്ള ഐറ്റം ഡെപ്റ്റേഴ്സ് 78,000 ഉണ്ടോ? ഇല്ല, 78,000 എന്ത് കുറയ്ക്കണം? 3,900 കുറയ്ക്കണം. അപ്പൊ എത്ര വരിക? 74,100 ഉണ്ടാവും. സോ 74,100 എന്താണ്? 74,100 എന്താണ്? ഡെപ്റ്റേഴ്സ്. പിന്നെന്താ അടുത്തത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,20,000, ഫർണിച്ചർ 20,000. സോ അത് അവിടെ തന്നെ ഉണ്ടാവും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ എത്രയാ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,20,000, ഫർണിച്ചർ 20,000. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. സോ നമ്മൾ ടോട്ടൽ ചെയ്യാൻ പോവാണ്. 1,40 അതോടെ ടോട്ടൽ ലാസ്റ്റ് ചെയ്യാം. ഇനി എന്താണ് നമ്മുടെ ലയബിലിറ്റി സൈഡ്? ലയബിലിറ്റി സൈഡിൽ എന്താ ഉള്ളത്? ലയബിലിറ്റി സൈഡിലുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റർ. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, 48,000. സോ സൺട്രി ക്രെഡിറ്റർ 48,000. ബാലൻസ് ഷീറ്റ് എന്ന് ജസ്റ്റ് അവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടായിരുന്നു, അത് റെക്കോർഡ് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റനിൽ വേണ്ട. കാരണം എന്താണെന്ന് അറിയോ? ഈ ലയബിലിറ്റി നമ്മൾ ആരെടുത്തിട്ടുണ്ട്? മനു ഏറ്റെടുത്ത്. അപ്പോൾ അതെന്ത് ചെയ്യണ്ട? റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരും ഏറ്റെടുത്തില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം കേട്ടോ. ഇനി എന്താ ഉള്ളത്? ഇനി നമുക്ക് ആകെ ഉള്ളത് എന്താ പറയുക? ക്യാപിറ്റലിലെ ബാലൻസ് എന്താ? ഈ 3 ക്യാപിറ്റൽ ബാലൻസ് 1,89, 1 ക്യാപിറ്റൽ, മനു, M1, M2, M3. എങ്ങനെ ഐഡിയ? M1 പറഞ്ഞാൽ മനുവിന് 1,89,100 മനോജിന് 1,04,000, മുനാജിന് 80,000. സോ നോക്ക്, 2,93,100, 2,93,100, 3,73,100. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 3,73,3,81, 4,21,100. ഇപ്പുറം സൈഡിൽ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരിക നോക്കാം. കറക്റ്റ് തന്നെ വരിക. ബാലൻസ് ഷീറ്റ് എന്തായാലും രണ്ട് സൈഡിലും ടാലി ആവും. നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് ഉറപ്പാ ടാലി ആവും. അതിൽ നിങ്ങൾ പേടിക്കേണ്ട. ലിബാൻ സാർ കറക്റ്റാണ് ചെയ്തത്, അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് രണ്ടും ടാലി ആയിരിക്കും. നോക്കാം. 1,80,000 പ്ലസ് 57,000 പ്ലസ് 74,100 പ്ലസ് 1,20,000 പ്ലസ് 20,000. കറക്റ്റ് അല്ലേ? ഇവിടെ ക്യാഷ് എഴുതിയപ്പം ചെറിയ മിസ്റ്റേക്കിന് 1,50,000 കേട്ടോ. സോ മൈനസ് 30,000 ഈക്വൽ ടു 4,21,100. കറക്റ്റ് അല്ലേ? രണ്ട് സൈഡും ഈക്വൽ അല്ലേ? സോ ഈ ക്യാഷ് നേരത്തെ 1,80 ആയിരുന്നു. 1,50 എന്ന് പറഞ്ഞപ്പോൾ 1,80 എഴുതി പോയിട്ടായിരുന്നു. സോ ഒരു മിസ്റ്റേക്കാണ്. ബാക്കിയൊക്കെ സെറ്റ് അല്ലേ? ഇതോടുകൂടി എന്തായി? നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആയി. സോ ഞാൻ പറഞ്ഞ ഐഡിയ ഉണ്ടോ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ മനസ്സിലാക്കി. എപ്പോഴാണ് പ്രോഫിറ്റ്? അസറ്റ് കൂടുകയോ അസറ്റ് കുറയുകയോ ലയബിലിറ്റി കൂടുകയോ ചെയ്യുമ്പോൾ ലോസ്. അസറ്റ് കൂടുകയോ ലയബിലിറ്റി കുറയുകയോ ചെയ്യുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് ആണ് കേട്ടോ. ലയബിലിറ്റി കൂടുകയോ അസറ്റ് കുറയുകയോ ചെയ്യുമ്പോൾ ലോസും.
ക്ലിയർ അല്ലേ? ഡീലായില്ലേ? സോ ഇങ്ങനെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു 6 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യണം. സ്കോർ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ലൈവ് കഴിഞ്ഞിട്ട് അഥവാ നിങ്ങൾ ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് താഴെ ഇവിടെ വരണം. സാറേ നിങ്ങൾ സാറ് പറഞ്ഞ ക്ലാസ് കേട്ടിട്ടാണ് ഈ ഒരു റീവാലുവേഷനെ കൊണ്ട് ചെയ്യാൻ പറ്റിയത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാണാം. നല്ല രീതിയിൽ ഈ വർഷം ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് എൻ്റെ വക ഒരു ബീഫ് മന്തി ഞാൻ വാങ്ങിത്തരും, അല്ലെങ്കിൽ ചിക്കൻ. നിങ്ങൾക്ക് മന്തി ഏതാണോ വേണ്ടത് അത് ഞാൻ വാങ്ങിത്തരും. സെറ്റല്ലേ? ഡി